സീനിയേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെന്നാണ്. സീനിയേട്ടൻ തിരിച്ച് സംഭവിച്ചു എനിക്ക് നടക്കണം എന്ന് പറഞ്ഞു. ഒരു 4 അടി 5 അടി വെച്ചോളൂ സീനിയർ. നമുക്ക് വയ്യ എന്ന് പറഞ്ഞു. ഞാനെടുത്ത് സെസറി കയറ്റിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. ശ്വാസം വിളിക്കേണ്ടപ്പോൾ തന്നെ സംശയം തോന്നി. എന്തോ ഒരു ഇതുപോലെ സീനിയറിനുണ്ടല്ലോ. ഇപ്പോൾ സീനിയറിന് ഒരു 8-10 പ്രാവശ്യം ഞാൻ ആശുപത്രി കൊണ്ടുപോകും. എന്ത് അസുഖം വന്നാലും ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. എൻ്റെ ഒരു അപ്പൻ, ചേട്ടൻ, ആരൊക്കെ പറയാൻ പറ്റും, അതേപോലെ ഒരാളായിരുന്നു. സീനിയേട്ടൻ മരിക്കാൻ ചിന്തിച്ചിട്ടേ ഇല്ല. തിരിച്ചു വരുന്നുള്ള ചിന്താഗതിക്കില്ല. ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ഇതുപോലെ ഒരു ഭാര്യ ലോകത്ത് കിട്ടിട്ടില്ല. ഒരു ഭർത്താവിനാണ് നോക്കിയിരുന്നത് എനിക്ക് ഉറപ്പാണ്. സീനിയേട്ടനാണെങ്കിൽ തന്നെ എനിക്കറിയാം 4 ദിവസം 5 ദിവസം കഥ എഴുതി അവിടെ ഇരുന്ന് ഞാൻ സീനിയേട്ടൻ പറയും എനിക്ക് എന്റെ വൈഫിനെ കാണണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ശ്രീനേട്ടനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നോ? സീനിയേട്ടന് ഭയങ്കര അവസ്ഥ മോശമായി പോയത്. ഈ ഹാർട്ട് സ്ട്രോക്ക് എല്ലാം വന്ന കാരണം ഇത് തന്നെ ഡ്രൈവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഫോണിൽ വിളിച്ച് വരും. ആ ഗേറ്റ് തുറന്നത് ഈ വാല് തുറന്നതിന് പറഞ്ഞ ചേച്ചിയാന്ന് അറിയണത്. പലരും ഞെട്ടിപ്പോണ്ടാവും. ശരിക്കും സീനിയറിന് തന്നെ പരിചയപ്പെടുന്ന കൃഷി കൊണ്ട് മാത്രമാണ്. ഞാനൊരു കൃഷിക്കാരനായിരുന്നു. 35 വർഷം തരിശായി കിടന്ന പാടങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് അന്നത്തെ കാലത്ത് 2 ഏക്കർ കൃഷി തുടങ്ങി. അത് പിന്നീട് ഞങ്ങൾ 102 ഏക്കറിലേക്ക് എത്തിച്ചു. സീനിയറിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആൾക്കാർക്ക് ഒരു രോഗം ഉണ്ടാവരുത്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കും, എല്ലായാലും എന്തായാലും പച്ചക്കറി ആയാലും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത്. സീനിയറിന് രാവിലെ 6 മണിക്കും 5:30ക്കും ഈ ഡിസംബർ മാസത്തിൽ ഞാൻ നോക്കുമ്പോൾ വയലിലൂടെ നടക്കാനാണ്. കണ്ടു ആരെ നടക്കാൻ അറിയാൻ പറ്റില്ല. മഞ്ഞ് വീഴുന്ന കാരണം നിക്കർ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് നടക്കാൻ കാണാറുണ്ട്. ഇപ്പം മകൻ ഏറ്റെടുത്തു. മുമ്പ് ഞാൻ ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം മുതൽ നന്മയുടെ കാര്യത്തിൽ സീനിയറിന്റെ കഴിഞ്ഞ് വേറെ ആരുമില്ല. തുറന്നു പറയും. അതാണ് സീനിയറിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആരെയും പേടിയില്ല, ഒന്നുമില്ല. എന്തുണ്ടോ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താലും ആര് തെറ്റിയാലും തുറന്നു പറയും സീനിയർ. അത് സീനിയറിന്റെ ഒരു പ്രത്യേകത. അത്രയും വലിയൊരു നല്ല മനുഷ്യനായിരുന്നു. അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് മനു ഫിലിപ്പ്. ഏകദേശം 14 വർഷത്തെ ബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. അപ്പം എന്തായാലും സ്വാഗതം ചേട്ടാ. ഇപ്പൊ നമുക്ക് ഒരു സുഹൃത്തെന്ന നിലയിൽ എന്താ പറയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോ നിങ്ങൾക്കായിരിക്കും ഒരുപാട് ഓർമ്മകള്. നമ്മൾ ഈ സിനിമയിൽ കണ്ട ഓർമ്മകൾ മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയാണ് 14 വർഷത്തെ ഓർമ്മകൾ ചേട്ടൻ നീ കാത്തു സൂക്ഷിക്കുന്നത്? ശരിക്കും സീനിയറിന് തന്നെ പരിചയപ്പെടുന്ന കൃഷി കൊണ്ട് മാത്രമാണ്. ഞാനൊരു കൃഷിക്കാരനായിരുന്നു. ഞാനന്ന് സീനിയറിന് 14 കൊല്ലം മുമ്പ് വന്നു. അപ്പൊ ഞാൻ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഈ തണ്ണിമത്തൻ പച്ചക്കറിയൊക്കെ ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് സീനിയറിനെ കണ്ട് എന്റെ അടുത്തേക്ക് വന്നു. നമുക്ക് ഒരുമിച്ച് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഞങ്ങളിപ്പോ 35 വർഷം തരിശായി കിടന്ന പാടങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് അന്നത്തെ കാലത്ത് 2 ഏക്കർ കൃഷി തുടങ്ങി. അത് പിന്നീട് ഞങ്ങൾ 102 ഏക്കറിലേക്ക് എത്തിച്ചു. ജൈവ കൃഷി. സീനിയറിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആൾക്കാർക്ക് ഒരു രോഗം ഉണ്ടാവരുത്, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം, നെല്ലായാലും എന്തായാലും പച്ചക്കറി ആയാലും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് കൃഷി രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അത് ഒരു 12 ഏക്കറിൽ നിന്നും എത്രയോ 2 ഏക്കറിൽ നിന്നും 102 ഏക്കറായി. 102 ഏക്കറായി. ഈ കൃഷിയിൽ എന്ത് ഉപദേശമായിരുന്നു ചേട്ടൻ? ശ്രീനിയറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാകരുത്, ഒന്നും ഉണ്ടാകരുത്, നല്ല ഭക്ഷണം ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ള തീരുമാനമായിരുന്നു ശ്രീനിയറിന്റെ. അതുകൊണ്ട് ഒരു നഷ്ടത്തിലായിരുന്നു ഫുൾ. ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജൈവ രീതി ചെയ്തുകൊണ്ട് അതിനായ വിലകളൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കടകളൊക്കെ തുടങ്ങി നോക്കി. പിന്നീട് കുറച്ച് നാൾ കിട്ടി. പിന്നെ ആൾക്കാർ അതിലേക്ക് പിന്നെ മാറിപ്പോയി. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റെടുത്തു കൃഷി. രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ മുമ്പ് രാവിലെ 6 മണിക്കും 5:30ക്കും ഈ ഡിസംബർ മാസത്തിൽ ഞാൻ നോക്കുമ്പോൾ വയലിലൂടെ നടക്കാനാണ്. കണ്ടു ആരെ നടക്കാൻ അറിയാൻ പറ്റില്ല. മഞ്ഞ് വീഴുന്ന കാരണം നിക്കർ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് നടക്കാൻ കാണാറുണ്ട്. ഇപ്പം മകൻ ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞ വർഷം മുതലേ. അപ്പൊ ചേട്ടനും കൂടെ ഉണ്ടോ? പിന്നെ ഇപ്പൊ 60 ഏക്കർ നെൽകൃഷി ഉണ്ട്. അത് കഴിഞ്ഞപ്പോ തണ്ണിമത്തൻ, സൺഫ്ലവർ. ഞങ്ങളെ ഏറ്റവും വലിയ വിജയം സൺഫ്ലവർ ആണ്. സൺഫ്ലവർ, പൊട്ടുപുള്ളി, തണ്ണിമത്തൻ, അങ്ങനെ 10-20 ഐറ്റം പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കൂടി ചെയ്തിട്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നു. അവർ 20 ടിക്കറ്റൊക്കെ മേടിക്കും. ആൾക്കാരെ കാണിച്ച് വിൽക്കാം. നെല്ല് നഷ്ടം ഞങ്ങൾ തീർക്കണം, പച്ചക്കറിയിലാണ്. അപ്പൊ ശ്രീനേട്ടൻ തന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉപദേശം തന്നെ കൃഷിയില്? ശ്രീനേട്ടൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ പ്രശ്നമുള്ളൂ.
തന്നിട്ടുണ്ട്. നമുക്ക് നഷ്ടമാനും കുഴപ്പമില്ല. സീനിയേട്ടൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. അപ്പൊ അത്രയും വലിയൊരു വലിയ നല്ല മനുഷ്യനായിരുന്നു. അതേപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ചേട്ടൻ ആ ഓർമ്മകളിലേക്ക് എങ്ങനെയായിരിക്കും പോകുന്നത്? ചേട്ടൻ ഓർത്തിരിക്കാൻ, ശ്രീനേട്ടന് ഓർത്തിരിക്കാൻ പറ്റുന്നത്? ശ്രീനേട്ടനില്ലാത്ത കൃഷിയെ ഇനി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ശ്രീനേട്ടനുള്ള പോലെ ധ്യാനത്ര പറഞ്ഞ ശരിയല്ല. അച്ഛന്റെ അത്രയും വരില്ല. ശ്രീനേട്ടൻ എല്ലാ സമയത്തും അവിടെ ഉണ്ടാവും. ധ്യാനം പറഞ്ഞ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അതുപോലെ ഒരു അവസ്ഥയാണ്. ശ്രീനേട്ടൻ അങ്ങനെയല്ല, ഫുൾ ടൈം എന്തായി, ഏത് സെറ്റിലായാലും ഏത് ഷൂട്ടിംഗ് സൈറ്റിലായാലും അവിടെ ഞങ്ങൾ പോയിട്ട് ഇങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞ് കേൾക്കണം, അറിയണം. അങ്ങനെയായിരുന്നു ശ്രീനേട്ടൻ. എല്ലാം അപ്പൊ തന്നെ സെക്കൻഡിൽ എന്തൊക്കെ വന്നു, രോഗങ്ങൾ വന്നു, അങ്ങനെ എല്ലാം അറിയണം. പച്ചക്കറിക്ക് എന്തായി, നെല്ലിനെന്തായി, നമുക്ക് എന്ത് വിളവ് കിട്ടി. അതുപോലെ രാവിലെ ശ്രീനേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ സ്ഥലത്തേക്ക് വരിക, കാണുക. അതുകൊണ്ട് ശ്രീനേട്ടൻ ഒരു കുളം ദിവസമുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഇത് 3 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് മുടക്കി. അതുകൊണ്ട് ഇപ്പൊ പച്ചക്കറി ചെയ്യണം, എല്ലാം ബാക്കിയുള്ളവർക്കും സഹായമായത്. ചേട്ടൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ശ്രീനേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യാൻ പോകുമ്പോ ആ ഒരു സാന്നിധ്യം. ശ്രീനേട്ടനെ പോലെ ആരും ഇല്ലല്ലോ. ഈ ഒരു അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അവസാനമായിട്ട് നിങ്ങൾ കാറിൽ പോകുമ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാറിൽ ശരിക്കും ശ്രീനേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെന്നാണ്. അപ്പോ ശ്രീനേട്ടൻ എനിക്ക് നടക്കണം എന്ന് പറഞ്ഞു. എന്റെ ഭാര്യനെ പറ്റി കുറച്ച് പറഞ്ഞു. അതിന് കല്യാണം കഴിച്ചത് അടുത്ത കാലത്ത് ഞാൻ കല്യാണം കഴിച്ചത്. ഭാര്യനെ കല്യാണം കഴിച്ചത് എനിക്ക് സന്തോഷമായിരുന്നു. ചിരിച്ച് സന്തോഷിച്ചു. എനിക്ക് നടക്കണം എന്ന് പറഞ്ഞു. ചെന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനയാണ്. കഴിഞ്ഞ ദിവസം കാലത് പൊട്ടിയായിരുന്നു. ഭയങ്കര വേദനയാണ്. കുഴപ്പമില്ല ശ്രീനേട്ടൻ, എല്ലാം ശരിയാവെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി നടക്കണം എന്ന് പറഞ്ഞു. നടന്നു. ഒരു 5 അടി വെച്ചോളൂ ശ്രീനേട്ടൻ. അപ്പൊ തന്നെ വയ്യ എന്ന് പറഞ്ഞു. ഞാനും ഡ്രൈവറുണ്ട് ശ്രീനിവാസും കൂടെ എടുത്ത് വണ്ടി കയറ്റി. വണ്ടിയിലുള്ള സെസർ കയറ്റിയപ്പോ തന്നെ അപ്പൊ തന്നെ അവസാനമായിട്ട് കണ്ടതും സംസാരിച്ചതും ഒക്കെ എല്ലാം ശ്രീനേട്ടനായിട്ട് മാത്രമേ. ആ ഒരു ഇമോഷൻ ചേട്ടൻ എങ്ങനെ ഇപ്പോഴും? എനിക്കത് സങ്കടം. എൻ്റെ ഒരു അപ്പൻ, ചേട്ടൻ, ആരൊക്കെ പറയാൻ പറ്റും, അതേപോലെ ഒരാളായിരുന്നു. അന്ന് ശരിക്കും സാറ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഹാപ്പി ആയിരുന്നു? അതോ സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞു, എന്റെ കാര്യം പറഞ്ഞു. അവസാനം പറഞ്ഞു ശരിക്കും ചെയ്യുന്നത് എന്റെ കാര്യം. ചേച്ചിയും ചെയ്യാനും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനമായിട്ട് നിങ്ങൾ സംസാരിച്ച ഒരു കാര്യമാണെന്ന് എന്താന്ന് പറയാമോ? കല്യാണ കാര്യത്തെ പറ്റി പറഞ്ഞത്. ചേട്ടന്റെ കല്യാണ കാര്യത്തെ പറ്റി എന്തായിരുന്നു ശ്രീനേട്ടൻ പറഞ്ഞിരുന്നത്? ഞാൻ ഇങ്ങനെ 2ാമത് കല്യാണം കഴിക്കാം. ശരിക്കും ചേച്ചിയായിരുന്നു അതിന്റെ ജീവൻ ഉൾപ്പെടാൻ വന്നതും എല്ലാത്തിനും വേണ്ടി വന്നത് ചേച്ചിയായിരുന്നു. അതിനു മുമ്പ് കല്യാണം കഴിച്ചത് ശ്രീനേട്ടൻ പല പ്രാവശ്യം പോയി, പല വർഷം മെന്റലി പോകായിരുന്നു കൊച്ചു. അങ്ങനെ മാറിപ്പോയോ. ശ്രീനേട്ടൻ അതിന് വേണ്ടി തന്നെ വീട്ടിലൊരു 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. സാധാരണ ആൾക്കാരെ പോലെ എപ്പോഴും വീട്ടിൽ ചെല്ലുക, പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ പോയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നോ ശ്രീനേട്ടന്? വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, വീടിനകത്ത് വെച്ച് സംഭവിച്ചത്. അകത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങള് പുറത്തായിരുന്നില്ല? ഇല്ല. സീനിയറിന്റെ അടുത്ത് സീനിയറിനെ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി, തുണി മാറ്റി എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങള് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഞാൻ ആംബുലൻസ് കയറിയില്ല. എന്റെ കയ്യിലുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഞാൻ ഞാന്റെ വൈഫില്ലേ, അതിന്റെ പുറകെ പോവുകയായിരുന്നു. അപ്പോ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു? എനിക്കൊരു സംശയം തോന്നി. ഇങ്ങനെ ശ്വാസം വിളിക്കേണ്ടപ്പോ തന്നെ സംശയം തോന്നി. എന്തോ ഒരു ഇതുപോലെ സീനിയറിന് ഉണ്ടായില്ലേ. ഇപ്പൊ സീനിയറിന് ഒരു 8-10 പ്രാവശ്യം ഞാൻ ആശുപത്രി കൊണ്ടുവന്നു. എന്ത് അസുഖം വന്നാലും ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവുന്നുണ്ട്. 1 പ്രാവശ്യം മാത്രം മറ്റേ റെക്കോർഡിംഗ് സമയത്ത് വിനയം പോയി. ബാക്കി സമയത്തെല്ലാം ഞാൻ കൂടെ തന്നെ. എപ്പോഴും എല്ലാ സമയത്തും കൂടെ ഉള്ള അടുത്ത വീട് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ വിളിക്കാറ്. ആദ്യം വിളിക്കുന്നത് ചേട്ടനെ തന്നെ. ചേട്ടൻ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഈ ഒരു പെട്ടെന്ന് ഒരു സമയത്ത്? ഇതിനായിട്ട് മരിക്കുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. തിരിച്ചു വരുന്നുള്ള ചിന്താഗതിയില്ല. എന്നാലും അസുഖം അവിടെ നിൽക്കുമ്പോ എന്നാലും തിരിച്ചു വരും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ നമ്മുടെ സുഹൃത്ത് ഏറ്റവും വലിയ വേണ്ടപ്പെട്ട ആൾ മരിക്കുന്ന ഒരിക്കലും ചിന്തിക്കില്ല. ആ ഒരു സമയത്ത് ഇത് ശ്രീനേട്ടൻ മരിച്ചു എന്നറിഞ്ഞപ്പോ എന്തായിരുന്നു ചേട്ടന്റെ ഉള്ളില്? എനിക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ല. തൃപ്പൂണിത്തുറ ഞാൻ വണ്ടി ഓടിച്ചു. എങ്ങനെ ഓടിച്ചിട്ട് ചെന്നു എനിക്ക് സൈറ്റ് അറിയില്ലായിരുന്നു. അവിടെ എങ്ങനെ ചെന്ന് എത്തി പറ്റി. പിന്നെ അതിനു വേണ്ടി പിന്നെ പറ്റുള്ളൂ, അങ്ങനെ നിൽക്കണ്ടോ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു 14 വർഷമായിട്ട്. ഇപ്പം ചേട്ടന് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നിമിഷം എന്തായിരിക്കും ശ്രീനേട്ടന്റെ കൂടെയുള്ള? ധ്യാന്റെ കല്യാണത്തിന്റെ സംഭവം ഞങ്ങൾ പറയുന്നുണ്ട്. ശ്രീനേട്ടൻ ആദ്യം പറയണത് എന്നോട് ശ്രീനേട്ടന്റെ സുഹൃത്തും നരേന്ദ്രനോട് പറഞ്ഞു, ഇവരിങ്ങനെ പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കും. അതൊക്കെ അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര സംഭവമാണ്. ശ്രീനേട്ടന്റെ ബെഡ്റൂമിൽ ഇരുന്ന് പറയുക, അങ്ങനെ സംഭവം. അത് എപ്പോഴും വീട്ടുകാർക്കെല്ലാം വീട്ടിലെ അംഗം പോലെ തന്നെയായിരുന്നു.
ഭയങ്കരമായിട്ട് തമാശയൊക്കെ തമാശ തീർച്ചയായിട്ടും ഈ ചാനലുകളിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചാനൽ അല്ലാണ്ട് തന്നെ ഒറ്റയ്ക്ക് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറയുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയില്ലല്ലോ, നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര വലിയൊരു മനസ്സിന്റെ ഉടമയാണ്, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നന്മയുടെ കാര്യത്തിൽ സീനിയറിന്റെ കഴിഞ്ഞ വേറെ ആരുമില്ല. ഒരു ഉപദ്രവം ഉള്ള കാര്യം തുറന്നു പറയും. അതാണ് സീനിയറിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആരെയും പേടിയില്ല, ഒന്നുമില്ല. എന്തുണ്ടോ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താലും ആര് തെറ്റിയാലും തുറന്നു പറയും സീനിയർ. അത് സീനിയറിന്റെ ഒരു പ്രത്യേകത കഴിവാണ്. ശ്രീനിയറിന്റെ സിനിമകളെ കുറിച്ചിട്ട് ചേട്ടൻ എന്താ? എല്ലാ സിനിമയും കാണാൻ പോകാറുണ്ട്. എനിക്ക് 12 വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏത് ലൊക്കേഷനിൽ അവിടെ പോയിട്ടുണ്ട്, എന്റെ കഥ എഴുതുന്നുണ്ട്, അതെല്ലാം അറിയാം. പോകാറുണ്ട്, കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഉദയനേരം കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ സിദ്ധാവിശ്വശാമ ഭയങ്കര ഇഷ്ടമായി. പിന്നെ പിന്നെന്താ മുസ്ലിം കഥാപാത്രമായിട്ട് വന്നേരം ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഈ സിനിമയിലെ വേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ, പറയാറുണ്ടോ? ഇപ്പൊ ഏത് കഥ എഴുതുന്നാലും അതിനെ പറ്റി ഒരു ചെറിയ രൂപം സംസാരിക്കുമ്പോ പറഞ്ഞു തരും. പിന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ സിനിമ അറിയുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് കഥയിൽ തന്നെ. ഇതിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ശ്രീനിവാസനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നോ? ശ്രീനിവാസന് ഭയങ്കര അവസ്ഥ മോശമായി പോയായിരുന്നു. ആദ്യം കിഡ്നി, ഹാർട്ട്, സ്ട്രോക്ക് എല്ലാം വന്ന കാരണം അതിനുവേണ്ടി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഭാര്യ ലോകത്ത് കിട്ടട്ടില്ലേ. ഇതുപോലെ ചേച്ചി ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. ഒരു ഭർത്താവിനെ അങ്ങനെ നോക്കൂലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ സ്നേഹം സേനേട്ടനാണെങ്കിൽ തന്നെ എനിക്കറിയാം. 4 ദിവസം 5 ദിവസം കഥ എഴുതി അവിടെ ഇരുന്ന് ഞാൻ സേനേട്ടൻ പറയും എനിക്ക് എന്റെ വൈഫിനെ കാണണം. കാണാതിരിക്കാൻ പറ്റില്ല. ഇത് തന്നെ ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സീനിയറിനാള് ഇത് പറയണ്ട, ആരോഗ്യ പഞ്ചായത്തടിക്കുന്നത് ശരിക്കും പഞ്ചായത്തടിച്ചിട്ടുണ്ട്. ആരോ കഴിഞ്ഞാൽ സ്വന്തം ഭാര്യനെ പറ്റി കാര്യമില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഫോണിൽ വിളിച്ച് വരും. ആ ഗേറ്റ് വന്നത് വാല് വന്നതിന് നമ്മൾ പറഞ്ഞ ചേച്ചിയാണ് അറിയണത്. പലരും ഞെട്ടിപ്പോണ്ടാവും. നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ തമാശ നിമിഷങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഓർത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? സീനിയറില്ലാത്ത സംഭവം വേറൊന്നുമില്ല. ഒരു ഇപ്പം എല്ലായിടത്തും ഒരുമിച്ച് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റില് ഇന്ന സ്ഥലത്ത് ശ്രീനാട്ടിനോട് വേണമായിരുന്നു, ഇനി എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഇപ്പൊ ഞങ്ങൾ ജോർജ് കുളങ്ങരയൊക്കെ ഒരു ഫാക്ടറി തുടങ്ങി. ഏറ്റവും ഇതിപ്പോ സന്തോഷിന്റെ മകന്റെ കല്യാണമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഈ അടുത്ത 1-ാം തീയതി പോകായിരുന്നു ഞങ്ങൾ. സീനിയറിനില്ല. അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് ചിന്തിച്ചിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ കണ്ടു വളർന്ന ശ്രീനേട്ടൻ എന്ന് പറയുന്നത് അത്രയും കോമഡി ആർട്ടിസ്റ്റ്, അത്രയും ചാടിത്തുള്ളി സിനിമയിൽ അഭിനയിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കണ്ടു വളർന്നത്. പിന്നീട് ഒരു ജനറേഷൻ ആയപ്പോഴത്തേക്ക് ആൾക്ക് വയ്യാണ്ടായി, പിന്നീട് സിനിമകൾ ഇല്ലാണ്ടായി, ആ ഒരു ബിഗ് സ്ക്രീനിലെ ഫേസ് വരാതെ ആയി. എന്നാലും മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന, ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന സാറ്. അപ്പോ സിനിമകളെ കുറിച്ചിട്ട് ചേട്ടൻ എന്താ, ശ്രീനിയുടെ സിനിമ, പണ്ടത്തെ സിനിമകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളോ സീനിയറിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കഥ എഴുതുന്ന സീനിയേട്ടന്റെ കഥ എഴുതുന്നത്, സീനിയേട്ടൻ തന്നെ ഒരു താഴെ ഇരുന്ന ഒരാളായിട്ട് മറ്റുള്ളവരെ ഉയർത്തി ചെയ്യണമെന്ന് ഏറ്റവും സ്വന്തമായിട്ട്. അതാണ് എനിക്ക് അതായത് ഇതിൽ വലിയ സ്വന്തമായിട്ട് എഴുതുന്നു, തിരക്ക് എഴുതുന്നു, സംഭാഷണം എഴുതുന്നു, ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ഈ കഥകൾ എന്തെങ്കിലും വന്ന് പറയാറുണ്ടോ? അതാണ് എല്ലാ സിനിമകളുടെയും കഥകൾ എഴുതുമ്പോ ഇത്ര 14 വർഷമായിട്ട് എന്ത് കഥ എഴുതിയാലും അതിന്റെ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, ചെറിയൊരു അതെല്ലാം പറഞ്ഞ സീനിയറിന് പറഞ്ഞിട്ടാണ് എഴുതാനും പോണത്. എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സീനിയറിന്. അതിന് പിന്നെ എഴുതി വലിപ്പിച്ചു വന്നത്. പിന്നെ മുമ്പ് സമയത്ത് അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ആ സമയത്ത് ചേട്ടൻ കൂടെ പോകുമായിരുന്നു? കൂടെ ഞാൻ പോകാറില്ല, ഡ്രൈവർ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വലിയ കൃഷിയാണ് സീനിയറിനും സിനിമ, അത് രണ്ട് വഴിയാ. അപ്പൊ വൈകുന്നേരം സംസാരിച്ചിരിക്കും. വന്നുമ്പോ ഈ കൃഷിനെ പറ്റി പറയുമ്പോൾ സിനിമയെ പറ്റി അങ്ങോട്ടും പറയും, കൃഷിനെ പറ്റി പറയും, അങ്ങനെ സംസാരിച്ചിരിക്കും. ഈ ശരിക്കും ശ്രീനിയുടെ വീട്ടില് ചേട്ടൻ ഒരു അതിഥി അല്ല, അങ്ങനെ പോലെയാണ് വീട്ടില്. ഇപ്പോഴും ആ വീട്ടിലേക്ക് അതിനുശേഷം വീട്ടിലുണ്ടായിരുന്നോ ചേട്ടൻ? ശ്രീനിയുടെ വീട്ടിൽ തന്നെ പോയിരുന്നോ? അവിടെ ആയിരുന്നു.
അപ്പൊ മക്കള് രണ്ടുപേരും ഇപ്പത്തെ അവിടെ തന്നെ അവിടെ ഉണ്ടോ? തന്നെ ഉണ്ട്. വിനീതേട്ടനും ധ്യാൻ ചേട്ടനും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ ആ വീട്ടിലെ ഒരു അവസ്ഥ സാഹചര്യം ഇപ്പൊ എങ്ങനെയാണ്? ഒന്നുമില്ല, ചേച്ചി ഒറ്റയ്ക്ക് എങ്ങനെയാവും, ഇവര് ഓരോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോ മക്കള് അതെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഞങ്ങളിപ്പോ നാട്ടുകാരാണ്. ചേച്ചി ആണെങ്കിൽ എന്റെ കാര്യമാണെങ്കിൽ ആരുണ്ടോ അവിടെ ഉണ്ടാവും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേച്ചി വിളിച്ചാൽ ഒറ്റ വിളി വിളിച്ചാൽ പോലും. എന്തായാലും ശ്രീനേട്ടൻ പോകുന്നതിന് മുമ്പ് അത്രയും നല്ല സുഹൃത്ത് ബന്ധങ്ങള് വീട്ടിനെ സുരക്ഷിതമാക്കാൻ ആൾക്കാരെ കൊടുത്തിട്ടാണ് പോയി എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? പിന്നെ ഒന്നും പേടിക്കണ്ട, ഇതിനൊന്നും പേടിക്കണ്ട, ഞങ്ങള് നോക്കും. ചേച്ചിക്ക് അവിടെ പയ്യെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരും ഞാൻ. ആ വലിയ മനസ്സ് ശരിക്കും ശ്രീനേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശ്രീനേട്ടന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അതേപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരാൾ പോലും ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ ജീവിതത്തിൽ ഇത്ര സുഹൃത്തുക്കളുണ്ട്, ദൂരെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതൊരു വ്യക്തി വേറെ ആരുമില്ല. അതുപോലെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ശ്രീനേട്ടൻ ദൂരം സുഹൃത്തുക്കളും ഇഷ്ടം പോലെ. എല്ലാ രാവിലും ശ്രീനേട്ടൻ കാണാൻ ശ്രീനേട്ടനെ ഒരു പ്രാവശ്യം സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് 2-3 ഒരിക്കലും ഒരു വ്യക്തി പോലും മറക്കില്ല. അതേപോലെ സ്നേഹിക്കും. അതേപോലെ ഒരു മനുഷ്യനാണ്. ഇപ്പൊ മക്കളുമായിട്ട് വിനീതേട്ടനും ധ്യാനായിട്ട് കൃഷിയുണ്ട്. ധ്യാനുമായിട്ടാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്. ഇപ്പം ശ്രീനേട്ടൻ അടുത്ത വർഷത്തെ കൃഷിയുണ്ട്. എനിക്ക് സൺഫ്ലവർ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു മനു അടുത്ത വർഷം ഞാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാ. ഇങ്ങോട്ട് വന്നതാണ്. ശ്രീനേട്ടൻ പറഞ്ഞു ഞാനും ഉണ്ട് കേട്ടോ. എല്ലാ കൃഷിക്കും എന്റെ അടുത്ത് വരും. ഞാൻ എന്ത് കൃഷി ചെയ്താലും ശ്രീനേട്ടൻ അവിടെ ഉണ്ടായിരിക്കും. ധ്യാനം ഇങ്ങോട്ട് വന്ന് ഏറ്റെടുത്തതാണോ? ഞാൻ ഏറ്റെടുത്ത ഞാൻ ചെയ്യാന്നുള്ള ഏറ്റെടുത്തതാണ്. ധ്യാന് അതേപോലെ നിക്കുന്നുണ്ടോ കൃഷിയില്? കാര്യം അറിയാൻ പാടില്ല. വന്നു പോയി അത്ര. ഈ ശ്രീനേട്ടനായിട്ടുള്ള അതേ അടുപ്പം മക്കള് വിനീതേട്ടനും ഈ വിനീതേട്ടനും ധ്യാനേട്ടനും രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? കുറച്ച് മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ വിനീതനാന്ന് പറയുള്ളൂ. ധ്യാൻ അങ്ങനെയല്ല, അടിച്ചുപൊളി ചെറുപ്പയ്യനല്ലേ, കൊച്ചുപയ്യല്ലേ. ശ്രീനേട്ടൻ മക്കളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടായിരുന്നോ? ശ്രീനേട്ടൻ ഇങ്ങനെ മറ്റു വഴക്കൊക്കെ പറയും. അവരെ പറ്റി കാണിച്ചിട്ട് പറയും. വേറെ ഒന്നും ശ്രീനേട്ടൻ അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യില്ല. പണ്ട് പറയായിരുന്നു, കൊച്ചായിരുന്നു സ്കൂളിൽ പഠിച്ച ആ സമയത്തൊക്കെ. ഇപ്പൊ അവരായി അവരുടെ പാടായി. സാറും വൈഫും മാത്രമായിരുന്നു ആ വീട്ടില് താമസിച്ചിരുന്നത്? ഇടയ്ക്ക് എല്ലാവരും വരും. വിനീത് വിനീത് ചെന്നൈയിലാണല്ലോ. അവര് വേറെ വീട്ടിലാണോ? വിനീതേട്ടനും വൈഫും അവര് ചെന്നൈയിലാണ്. ധ്യാൻ ചേട്ടനും? ഞാൻ ഇവിടെയല്ലേ. ഇടയ്ക്ക് അർപ്പിതയുടെ വൈഫിന്റെ അവിടെ അപ്പന് സൂര്യലൊക്കെ അങ്ങോട്ട് മാറി കൊച്ചവിടെ പഠിക്കുന്നത്. എന്നാലും ഇവിടെ തന്നെ എപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു ദിവസം വന്നിരിക്കും. വീക്കെൻഡ് അങ്ങനെ സമയങ്ങളിൽ. ഇപ്പൊ മക്കള് വിനീതേട്ടൻ അങ്ങ് പോയാലും ധ്യാൻ ചേട്ടൻ ഇങ്ങ് പോയാലും മാറി മാറി നിൽക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ ചേട്ടൻ എന്തായാലും ചേട്ടന്റെ ഒരു വലിയ മനസ്സാണ്. എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് വിനീതേട്ടന്റെ ജോലിക്ക് പോയില്ലെങ്കിൽ ഷൂട്ട് ഉണ്ടാവും, ധ്യാൻ ചേട്ടന് ഷൂട്ട് ഉണ്ടാവും. അവരുടെ സിനിമകളിലേക്ക് പോകുമ്പോഴും ചേച്ചി അവിടെ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞൊരു വലിയ മനസ്സാണ്. ചേച്ചിക്ക് ഞങ്ങളുണ്ടല്ലോ, വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാം, എന്റെ ഭാര്യയുണ്ട് നോക്കാൻ പറഞ്ഞ ഭയങ്കര വലിയൊരു മനസ്സാണ്. ശരിക്കും അപ്പോഴാണ് നമുക്കൊരു ഇത് മനസ്സിലാവുന്നത്. ശ്രീനേട്ടനായിട്ട് അത്രയും ഒരു ബന്ധമുള്ള ഒരാൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ പറയാൻ കഴിയുക. അപ്പം ഈ ഒരു നിമിഷത്തിൽ ഇപ്പൊ ശ്രീനേട്ടൻ കൂടെ ഇല്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൃഷിക്ക് ഇനി ഒറ്റയ്ക്ക് പോകുമ്പോ ഇനി എന്താ ഫീൽ ചെയ്യാന്നറിയില്ല. ധ്യാൻ ചേട്ടൻ ഏറ്റെടുത്തു, പക്ഷെ ധ്യാൻ ചേട്ടൻ എത്രത്തോളം ചെയ്യുന്ന അറിയില്ല. ആൾക്ക് സിനിമയുണ്ട്, ഷൂട്ടുണ്ട്, ആളുടെ കാര്യങ്ങളുണ്ട്, എത്രത്തോളം ഇൻവോൾവ് ആവുന്ന അറിയില്ല. ഈ ഒരു നിമിഷത്തിൽ ചേട്ടൻ എന്താ തോന്നുന്നത്? കൃഷി തുടരും. കൃഷി എന്തായാലും ഒറ്റയ്ക്കായാലും ശ്രീനേട്ടൻ ചെറിയ രീതിയിൽ ചെയ്യാം. എന്തായാലും ഒരിക്കലും നിർത്തില്ല. ശ്രീനേട്ടൻ തുടങ്ങി വെച്ച സംഭവമാണല്ലോ. ഒരിക്കലും നിർത്തി. ശരിക്കും അത് വളർന്നത് കണ്ട് ശ്രീനേട്ടൻ സന്തോഷിക്കണമല്ലോ. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ വന്ന് വരുവാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. അതാണ് തീരുമാനം. ആളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. കൃഷി ഒരു ശ്രീനേട്ടൻ പോയിട്ടൊരു സങ്കടമുണ്ട്. അത് ഉറപ്പായിട്ടുണ്ടാവും. ഈ പ്രാവശ്യത്തെ കൊയ്ത്തുത്സവം ഞാൻ നോക്കിയിട്ട് ഒന്നും ചെയ്യണമെന്നുള്ള തീരുമാനം. നല്ല രീതിയിൽ നെല്ലൊക്കെ വളർന്നു, എല്ലാം വന്നു. ചെറിയ ഉദ്ഘാടനം നടത്തുക, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ നടത്തായിരുന്നു. പിന്നീടുള്ള കൃഷികളൊക്കെ കൃഷി ചെയ്യാണ്ടിരിക്കില്ല. ഞാൻ എന്റെ ജീവിതം കൃഷി മാത്രമാണ് ചെയ്തിരിക്കും. സങ്കടം ഉണ്ടാവുന്ന എന്തായാലും അറിയാം. പക്ഷെ ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റൂ. ശ്രീനേട്ടൻ സന്തോഷിക്കണം, അല്ലെങ്കിൽ ശ്രീനേട്ടന്റെ ആഗ്രഹം അതാണ്. സോ അത് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ചേട്ടൻ എത്രത്തോളം സങ്കടം ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം.
എന്തായാലും ചേട്ടന്റെ സങ്കടത്തിൽ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സന്തോഷം ചേട്ടാ, ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം.